മുണ്ടത്തിക്കോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ കെ അജിത് കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഇപ്പോൾ എന്തായാലും ഈ ഒരു തൃശൂർ ജില്ലയാകെ അല്ലെങ്കിൽ സംസ്ഥാനം ഒട്ടാകെ ഞെട്ടലിലാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. തൃശൂർ പൂരമൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. 3 പേരുടെ മരണത്തിനിടയാക്കുന്ന സാഹചര്യം. ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് എന്താണ് നിലവിലെ സാഹചര്യം? രക്ഷാപ്രവർത്തനമൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിലവിലെ സാഹചര്യം ഇപ്പൊ ആർക്കും രക്ഷാപ്രവർത്തകർക്കും ഫയർഫോഴ്സിനും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സ്ഫോടനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2:30 മണിക്ക് ശേഷമാണ് ഇവിടെ ആദ്യ സ്ഫോടനം ഉണ്ടായത്. അതിനുശേഷം നിരവധി സ്ഫോടനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൂടെ അതിന്റെ ശബ്ദം കേൾക്കാം. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും അടുത്തേക്ക് എത്താൻ പറ്റില്ല. 25 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. തൃശൂർ പൂരത്തിന്റെയും അതുപോലെ തന്നെ സമീപ ചെറുപൂരങ്ങളുടെയും ഒക്കെ വെടിക്കെട്ട് സാമഗ്രികളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് കാരണം തന്നെ വലിയ തോതിൽ വെടിക്കെട്ട് ഫിനിഷ് ചെയ്ത വെടിക്കെട്ട് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 45ഓളം പേരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. കുറച്ചുപേരൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കി എത്ര പേർക്ക് യഥാർത്ഥത്തിൽ അപകടം പറ്റി എന്നുള്ളത് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ശരീരഭാഗങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത വീടുകളുടെ പറമ്പുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ചെതറിക്കിടക്കുകയാണ്. തൊട്ടടുത്ത ഒരു സൈഡ് വലിയ പാടമാണ്. ഒരു സൈഡിലുള്ള വീടുകൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് അടുക്കാൻ ഭയന്ന് നിൽക്കുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഇപ്പോൾ എത്രത്തോളം ആളുകളെയാണ് ഈ ഒരു പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നുള്ളതിൽ വ്യക്തമായ ഒരു കണക്ക് വരുന്നുണ്ടോ? അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 3 പേര് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുകയായിരുന്നു. അതായത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് സംഭവ സ്ഥലത്ത് ചെന്ന് മരിച്ചിട്ടുണ്ട്. കിട്ടിയ ബോഡി അതാത് സമയത്ത് ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ വീണ്ടും 2 കൂടിയും കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ മരണമടഞ്ഞ സ്ഥിതിയിൽ തന്നെയാണുള്ളത്. ഇപ്പൊ അത് കൊണ്ടുപോവാണ്. ഈ ഒരു അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? ഈ ഒരു സമയത്ത് ചൂട് തന്നെയായിരിക്കാനാണ് സാഹചര്യം. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വലിയ ചൂടാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. അപ്പൊ ആ ചൂടിന്റെ ആധിക്യം മൂലം തീപിടുത്തം ഉണ്ടായത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ മരിച്ച 3 പേരുടെ സംബന്ധിച്ച വിവരങ്ങൾ എന്തായാലും അശ്രദ്ധയും ഒരുപക്ഷെ ഒരു കാരണമായിരിക്കാം. കാരണം ഇപ്പൊ സാമ്പിൾ വെടിക്കെട്ടും പൂരം വെടിക്കെട്ടും നടക്കേണ്ടതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കാൻ ഉള്ള ഒരു പ്രഷർ പൂര കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അതിന്റെ സ്പീഡിൽ പരിചയസമ്പന്നരല്ലാത്ത കുറെ തൊഴിലാളികൾ ഹിന്ദിക്കാരൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ആരുടെങ്കിലും അശ്രദ്ധ കൊണ്ട് തൊഴിലാളികൾ ഈ ഒരു കേന്ദ്രത്തിൽ ഈ ഒരു നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഇതര സംസ്ഥാന തൊഴിലാളികൾ കുറച്ചുപേര് ഉണ്ടായിരുന്നു. പുതിയതായിട്ട് ഈ വർക്കിലോട് കൂടിയപ്പോ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെയാണ്. അങ്ങനെയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അധികാരികൾ ആരെങ്കിലും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയോ വിശദീകരണം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഈ എത്രത്തോളം പേര് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു ആ തൊഴിലാളികൾ എന്ന കാര്യം? തിരുവമ്പാടിയിൽ ആരും ഇവിടെ എത്തിച്ചേർന്നതായിട്ട് കണ്ടിട്ടില്ലേ ഞങ്ങള്. ഈ ഒരു പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥൻ ആരാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അദ്ദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് സ്ഥിതി എന്ന് അറിയില്ല. സതീഷ് ആനിക്കാട്ടിൽ എന്നാണ് ആളുടെ പേര്. പിന്നെ തൃശ്ശൂരുള്ള ഒരാളാണ്. 2 പാർട്ട്നേഴ്സാണ്. അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ടല്ലേ? പരിക്കേറ്റു. ഗുരുതരമായ പരിക്കാണ്. അദ്ദേഹത്തെയാണ് ആദ്യം കൊണ്ടുപോയത്. അപ്പോൾ എത്രത്തോളം തൊഴിലാളികൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും നമുക്ക് വ്യക്തത വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു സ്ഫോടനം അല്ലെങ്കിൽ ആ ഒരു പൊട്ടിത്തെറി ആ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ടോ? രക്ഷാപ്രവർത്തകർക്കടക്കം അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണല്ലേ നിലവിലുള്ളത്? അതെ, അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സ്ഥലത്തെത്തി. അവർക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. മൂവ് ചെയ്യുമ്പോഴേക്കും വലിയ തോതിൽ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന് തന്നെയാണെങ്കിലും സ്ഥിരമായി ഈ ഒരു നിർമ്മാണ കേന്ദ്രത്തിൽ തന്നെയായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ കാവശ്ശേരി, തൃശ്ശൂർ പൂരം, അങ്ങനെ വലിയ വൻകിട പൂരങ്ങളുടെ ഒക്കെ വെടിക്കെട്ടുകാരനാണ് സതീഷ്. ആദ്യമായിട്ടാണ് ഇവിടെ ചെറിയ രീതിയിൽ പോലും ഇതുവരെ അപകടം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ്.
ഉടനെ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ജനവാസ മേഖല തന്നെയാണോ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്? പാടാണ്. ഒരു ഭാഗത്ത് വീടുകളുണ്ട്, ഒരു 150ഓളം വീടുകളുണ്ട്. അതിനൊക്കെ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ ആളുകൾക്ക് ആർക്കും പരിക്കൊന്നുമില്ല. വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യമാണോ? അതെ, ഗ്ലാസ്, ജനലൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്.